നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ജോലി ചെയ്ത് ജീവിക്കേണ്ട ആവശ്യം നിധിക്കില്ലല്ലോ. സമയം പോകാൻ ഒരു വഴിയായി മാത്രമേ ഇവളതിനെ കണ്ടിരുന്നുള്ളൂ. എന്നോട് കള്ളം പറയണ്ട, ഗൗതം സാർ എല്ലാം പറഞ്ഞിരുന്നു. നമുക്ക് ആ വിഷയം സംസാരിക്കണ്ട മാഡം. ഞാൻ ആവശ്യപ്പെട്ട ഉടനെ എനിക്ക് വേണ്ടി ജോലി ശരിയാക്കി തന്നല്ലോ, അതിലെനിക്ക് നന്ദിയേ ഉള്ളൂ. ജോലി ചെയ്ത് സമ്പാദിച്ച പണം കൊണ്ട് നിഖിലിന്റെ ഫീസ് അടയ്ക്കാൻ പറ്റി. ഇനിയിപ്പോ ഗൗതം സാർ എല്ലാം നോക്കിക്കൊള്ളാന്നാ പറഞ്ഞത്. നിധിയുടെ കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കിക്കൊള്ളാന്ന് ഗൗതം സാർ ആദ്യമേ പറഞ്ഞതല്ലേ? നിധിയല്ലേ സമ്മതിക്കാതിരുന്നേ? ഇതൊക്കെ എങ്ങനെ മാഡത്തിനറിയാം? അറിഞ്ഞത് എങ്ങനെയോ ആകട്ടെ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതെ, പക്ഷേ ഞാനിതൊന്നും ഈ അമ്മയോടല്ലാതെ വേറെ ആരോടും പറഞ്ഞിട്ടില്ല. ഓൺലൈൻ ജോലി ശരിയാക്കി തന്നതിന് നിധി എന്നോട് നന്ദി പറഞ്ഞു. പക്ഷേ താങ്ക്സ് പറയേണ്ടിയിരുന്നത് എന്നോടല്ല, ഗൗതം സാറിനോടാ. നിധി എന്നോട് വിളിച്ച് ജോലി ആവശ്യപ്പെട്ടത് ഗൗതം സാർ എങ്ങനെയോ അറിഞ്ഞു. അദ്ദേഹം എന്നെ വിളിച്ച് ഒന്ന് കാണണോന്ന് പറഞ്ഞു. കല്യാണത്തിന് മുമ്പ് നിധി നല്ല ആക്റ്റീവായിട്ട് ജീവിച്ചിരുന്ന കുട്ടിയാണെന്ന് എനിക്കറിയാം. ഇപ്പൊ അവള് വീട്ടിൽ വല്ലാതെ ഒതുങ്ങിപ്പോയതുപോലെയായിട്ട് എനിക്ക് തോന്നുന്നു മാഡം. ജോലി ചെയ്യണമെന്ന് നിധിക്ക് ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണല്ലോ എന്നെ വിളിച്ച് അത് ആവശ്യപ്പെട്ടത്. പക്ഷെ എന്റെ സംശയം അതല്ല. മാഡത്തിന്റെ സംശയം എനിക്ക് മനസ്സിലായി. ആയിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന ഈശ്വരമംഗല ഗ്രൂപ്പിന്റെ ഉടമസ്ഥനായ എന്റെ ഭാര്യ എന്തിന് വേറൊരു ജോലി അന്വേഷിക്കണം? അവൾക്ക് സ്വന്തം കമ്പനിയിൽ തന്നെ ജോലി നൽകിക്കൂടെ? അതല്ലേ മാഡത്തിന്റെ സംശയം? അതെ, എന്റെ സ്ഥാനത്ത് ആരായിരുന്നാലും അങ്ങനെ സംശയിക്കും. നിധി ഒരു പ്രത്യേക ജനുസ. അവളുടെ കുടുംബത്തെ ഞാൻ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞതാ. അവളത് സമ്മതിച്ചില്ല. സ്വന്തം അധ്വാനം കൊണ്ട് കുടുംബം പോറ്റണമെന്നാണ് അവൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നത് ഞാൻ കൊടുക്കുന്ന ഔദാര്യമായിട്ടാ അവള് കാണുന്നത്. ഈ കുട്ടി എന്താ ഇങ്ങനെ? ഞാൻ അവളെ ശരിക്കൊന്ന് ഗുണദോഷിക്കാം. ഏയ്, അതൊന്നും വേണ്ട. നിധി ഒരു നിധിയാവുന്നത് അവളുടെ ഈ ക്യാരക്ടർ കൊണ്ടാ. തൽക്കാലം അവളുടെ ഈഗോ ജയിക്കണം. കല്യാണത്തിന് മുമ്പുള്ള നിധിയെ എനിക്ക് തിരിച്ചു വേണം. അതിനവൾ ആഗ്രഹിക്കുന്ന പോലെ ഈശ്വരമംഗലത്തിന് പുറത്ത് അവൾക്കൊരു ജോലി കിട്ടണം. ഞാൻ ശ്രമിക്കാം സർ. 1-2 പേരോട് ഞാൻ ഇതിനകം കാര്യം പറഞ്ഞിട്ടുണ്ട്. മാഡം ഇനി ശ്രമിക്കണ്ട. നിധിക്ക് ഞാനൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട്. ഓൺലൈൻ ജോലിയാ. നിധിക്ക് വീട്ടിലിരുന്ന് തന്നെ വർക്ക് ചെയ്യാം. പക്ഷെ ഞാനാണ് ഇതിന് പിന്നിലെന്ന് അവളിപ്പോൾ അറിയണ്ട. പകരം മാഡം ശരിയാക്കിയത് ആ ജോലിയെന്ന് അവൾ കരുതണം. അതിന് മാഡം എന്നെ സഹായിക്കണം. ശരി സാർ, ഡീറ്റെയിൽസ് എനിക്ക് കൈമാറിയാൽ ഞാൻ അത് നിധിയെ അറിയിക്കാം. അങ്ങനെ ഗൗതം സാർ എനിക്ക് അയച്ചു തന്ന ഡീറ്റെയിൽസ് ആണ് ഞാൻ ശരിയാക്കിയെന്ന് പറഞ്ഞ് നിധിക്ക് തന്നത്. മാഡം പറഞ്ഞതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. നന്മയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അത് പുറത്തു പറഞ്ഞു നടക്കുന്ന ആളല്ല ഗൗതം സാർ. ഇപ്പൊ നിധി ജോലി ഉപേക്ഷിച്ച സ്ഥിതിക്ക് അതെനിക്ക് പറയണമെന്ന് തോന്നി. അതിനും കൂടി വേണ്ടിയാ ഞാനിന്ന് വന്നത്. ടീച്ചർ പറഞ്ഞത് നന്നായി. ഗൗതമിന്റെ കരുതലുള്ള മുഖം ഞങ്ങൾക്ക് അറിയാൻ പറ്റിയല്ലോ. അതെ, താങ്ക്സ് മാഡം. എങ്കിൽ ശരി, മറ്റൊരു ദിവസം ഞാൻ ഓഫീസിൽ പോയി സാറിനെ കണ്ടോളാം. ശരി. ഡൊണേഷന്റെ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാൻ മറക്കരുത്. ഞാൻ പറഞ്ഞോളാം മാഡം. മാഡം ആഗ്രഹിച്ചതിലും കൂടുതൽ ഫണ്ട് ഞങ്ങൾ 2 പേരും കൂടി പറഞ്ഞ് ശരിയാക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശരി മാഡം. അപ്പോ ഗൗതം എന്നെ കബളിപ്പിച്ചു. നിധി ജോലി ചെയ്യുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോ ഒന്നും അറിയില്ലെന്നായിരുന്നു അവൻ പറഞ്ഞത്. അവൻ എന്നെ ചതിച്ചു. മോളെ, നീ ഈ വീട്ടിൽ തളയ്ക്കപ്പെടേണ്ടവളല്ലെന്ന് നമ്മുടെ ഗൗതമിനെ അറിയാം. അതുകൊണ്ട് ആരോടും പറയാതെ അവൻ നിന്നെ സഹായിക്കാൻ ശ്രമിച്ചത്. ഇതൊന്നും അറിയാതെ ഞാൻ സാറിനോട് വെറുതെ വഴക്കിട്ടു. ഭാര്യയെ ജോലിക്ക് വിടാത്ത മൂരാച്ചിയാണെന്ന് വരെ പറഞ്ഞു. അവന്റെ മൂരാച്ചിത്തരം
മറ്റുള്ളവരോട് പറയാതെ എങ്ങനെ ഓരോന്ന് ചെയ്യുന്നത്. പണ്ടേ അവനിങ്ങനെയാ. വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ പോലും അറിയരുതെന്ന അവന്റെ ആഗ്രഹം. എല്ലാം നല്ല സ്വഭാവങ്ങളാ. പക്ഷെ പിടിവാശി അതവന് കിട്ടിയത് വസുന്ധരയിൽ നിന്ന്. അതൊഴിച്ച ബാക്കിയൊക്കെ അവന് കിട്ടിയത് ഗോപിയേട്ടനീന്ന്. ഏട്ടത്തിയുടെ വർത്തമാനം കേട്ടാ ഏട്ടനാണ് അവന്റെ അച്ഛനെന്ന് തോന്നും. ഇതൊക്കെ കേൾക്കുമ്പോഴാ അങ്ങോട്ട് ചെന്നെല്ലാം പൊളിച്ചെടുക്കാൻ തോന്നുന്നത്. എന്തായാലും ഇതൊക്കെ അറിഞ്ഞത് നന്നായി. ഇനി ജോലി ചെയ്യുന്നതിന് കുറ്റപ്പെടുത്തി ഇങ്ങോട്ട് വരട്ടെ. മൂക്കൊണ്ട് ഇക്ഷ വരപ്പിക്കും. എടി ഭയങ്കരി, ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞ സാധാരണ ഭാര്യമാരുടെ മനസ്സിൽ ഭർത്താവിനോടുള്ള സ്നേഹം കൂടും. പക്ഷെ നീ അവനെ മൂക്കൊണ്ട് അക്ഷരം എഴുതിക്കാൻ നിൽക്കാണോ? ഞാൻ വെറുതെ പറഞ്ഞതാ. ഈ നിമിഷം നിന്റെ മനസ്സിൽ നിറയെ അവനോടുള്ള സ്നേഹമാണെന്ന് എനിക്ക് നല്ലോണം അറിയാം. നിങ്ങൾ രണ്ടുപേരുടെയും മനസ്സിൽ സ്നേഹവും കരുതലും ഒക്കെ ഉണ്ട്. പക്ഷേ രണ്ടും അക്കരെ ഇക്കരെയാണ് നിപ്പ്. പണ്ടത്തെ സിനിമാ പാട്ട് പോലെ. അങ്ങനെ നിന്ന എങ്ങനെ ആശ തീരും? ഓ, ഈ അമ്മയുടെ ഒരു കാര്യം. അമ്മയാണത്രേ അമ്മ. ഒരു മോളോട് ഇങ്ങനൊക്കെ സംസാരിക്കാൻ അമ്മയ്ക്ക് ലജ്ജ തോന്നുന്നില്ലേ? വല്ലാത്തൊരു അധപതനം തന്നെ. എന്നാലും സാർ ഇത്രയും വലിയ കള്ളനാണെന്ന് അറിഞ്ഞില്ലല്ലോ. എന്നോട് ഒരുപാട് ഇഷ്ടമുണ്ട്. അതുകൊണ്ടാ എന്റെ ഈഗോയെ ഹേർട്ട് ചെയ്യാത്ത വിധം സാർ എനിക്ക് ജോലി വാങ്ങി തന്നത്. സാറിനെ വിളിച്ചൊരു താങ്ക്സ് എങ്കിലും പറഞ്ഞാലോ? അതോ നന്ദി പറഞ്ഞൊരു ഓഡിയോ അയച്ചാൽ മതിയോ? ചേച്ചി, ആ മോളെ, ഇന്ന് നിനക്ക് ക്ലാസ് ഇല്ലായിരുന്നോ? ഇന്ന് ഞാനൊരു പ്രൊജക്ട് ചെയ്യുന്നതിന്റെ തിരക്കിലായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോയിരുന്നു. അവിടെ വെച്ചൊരു കാഴ്ച കണ്ടു. ചേച്ചിക്ക് ഒരുപാട് സന്തോഷം തരുന്നൊരു കാഴ്ച. ഹോസ്പിറ്റലിൽ നിന്ന് സങ്കടം തരുന്ന കാഴ്ചയല്ലാതെ സന്തോഷം എങ്ങനെ കിട്ടും മോളെ? കിട്ടും. ദേ ചേച്ചി, ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് പറ. ഗൗതം സാറ് മോളെ, ഇത് ഇന്നെടുത്തതാണോ? അതെ ചേച്ചി, ഓഫീസിലേക്കെന്നും പറഞ്ഞ് ഏട്ടൻ ഇന്ന് രാവിലെ പോയത് ഹോസ്പിറ്റലിലേക്കായിരുന്നു. ചന്ദ്രികന്റെ സ്വന്തം അമ്മയെ പോലെ ഏട്ടൻ കയറിയത്. ഹോസ്പിറ്റലിൽ പലരും കരുതിയിരിക്കുന്നതേ അവരമ്മയും മോനുമാണെന്നാ. നിന്റെ ഏട്ടൻ മഹാകള്ളനാ. എന്നോട് ഇതൊന്നും പറഞ്ഞതേയില്ല. ഒന്നും അറിയാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല എന്നും പറഞ്ഞ് ഞാൻ സാറിനോട് വെറുതെ വഴക്കിട്ടു. അപ്പോഴൊക്കെ നിന്റെ ഏട്ടനെ ഉള്ളിൽ ചിരിച്ചു കാണും. ഇത്ര സസ്പെൻസിൽ ഒരുക്കുന്നതേ ഏട്ടന്റെ പതിവാ. ഇങ്ങനെ എന്തൊക്കെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് ദൈവത്തിന് മാത്രമേ പറയാൻ പറ്റൂ.